Hi everyone, welcome to Drug Media. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഹിമാലയ കമ്പനിയുടെ ഗ്യാസെക്സ് എന്ന ഒരു ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ് റിവ്യൂ ചെയ്യാൻ ഇന്ന് വീഡിയോയിൽ ആഗ്രഹിച്ചിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസെക്സ് ടാബ്ലറ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യാമോ എന്നുള്ളത്. ആ ഒരു സുഹൃത്തിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മറ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് ഈ ഗ്യാസെക്സ് എന്ന ടാബ്ലറ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നത്. ഒരു ആയുർവേദിക് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ആയുർവേദ മൾട്ടിനാഷണൽ കമ്പനിയായ നമ്മുടെ ഇന്ത്യ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹിമാലയ ഹെർബൽ ഹെൽത്ത് കെയർ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഈ മെഡിസിൻ്റെ പേരാണ് ഗ്യാസെക്സ് ടാബ്ലറ്റ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം നോക്കാം. ഈ മെഡിസിൻ പ്രധാനപ്പെട്ട് ഉപയോഗിക്കുന്നത് ഇൻഡസ്റ്റൈനൽ ഗ്യാസ്, അതായത് നമ്മുടെ കുടലിനകത്ത് വരുന്ന ഗ്യാസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൂടാതെ തന്നെ വയർ വലുതായി വരുന്ന ഒരവസ്ഥ, അതായത് ഫ്ലാറ്റുലൻസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം, കൂടാതെ തന്നെ പുളിച്ച് തേട്ടുന്നൊരു അവസ്ഥ, കൂടാതെ തന്നെ അടിവയറിൽ ഗ്യാസ് കാരണം ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്രാമ്പ്, ആ ഗണത്തിൽപ്പെട്ടുള്ള വേദന റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൂടാതെ തന്നെ ദഹനക്കുറവ് മൂലം വരുന്ന ഗ്യാസ്, ഇതെല്ലാം മാറാൻ വേണ്ടി സഹായകരമാകുന്ന ഒരു ഹിമാലയ കമ്പനിയുടെ ആയുർവേദ നിർമ്മിതമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഗ്യാസെക്സ് എന്ന ടാബ്ലറ്റ്. ഇനി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മെയിനായിട്ടുള്ള കോമ്പോസിഷൻ, അതായത് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടങ്ങിയുള്ള 4-5 കണ്ടൻറ്റ് ഉണ്ട്, അതെടുത്ത് പറയാം. ഒന്ന് അക്കോണിറ്റം പാൽമറ്റം എന്നുള്ള ഒരു പ്രോഡക്റ്റ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ കൗറി ഭസ്മ, ശംഖ് ഭസ്മ, പൈപ്പർ നൈഗ്രം എന്നീ കണ്ടൻറ്റുകളാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ ചില പ്രൊഡക്റ്റിൻ്റെ എക്സ്ട്രാക്റ്റ്, അതിൻ്റെ സത്തുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യമേ എടുത്ത് പറയേണ്ടത് എംബേലിയ റൈബസ്, കൂടാതെ തന്നെ ട്രൈഫല, കൂടാതെ തന്നെ സിഞ്ചിബർ ഒഫിഷ്യനാൽ, ഈ 3 പ്രൊഡക്റ്റിൻ്റെ സത്തും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി മെഡിസിൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അതായത് ഭക്ഷണത്തിന് ശേഷം രാവിലെയും രാത്രിയിലും, അതായത് 12 മണിക്കൂർ ഇടവേളയിൽ, ഇപ്പോൾ എക്സാമ്പിൾ രാവിലെ 9 മണിക്ക് കഴിക്കുകയാണെങ്കിൽ രാത്രിയിൽ 9 മണി, ആ ഒരു 12 മണിക്കൂർ ഗ്യാപ്പിൽ ഭക്ഷണത്തിന് ശേഷം 2 ടാബ്ലറ്റ് വീതം കഴിക്കുക. രാവിലെ 2 ടാബ്ലറ്റ്, രാത്രി 2 ടാബ്ലറ്റ്. ആ രീതിയിലാണ് ഈ മെഡിസിൻ കഴിക്കേണ്ടത്. അത് നോർമലായിട്ടുള്ള വെള്ളത്തിലോ ഇല്ലെങ്കിൽ ലുക്ക് വാം വാട്ടറിലോ, അതായത് തിളപ്പിച്ചാറിയ വെള്ളത്തിലോ ആണ് ഇത് ടാബ്ലറ്റ് കഴിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് പ്രഗ്നൻസി ടൈപ്പിലും അതുപോലെ ലാക്ടേഷൻ സമയത്തും, ഐ മീൻ മുലയൂട്ടുന്ന സമയത്തും, ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്തും ഇത് കഴിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ആർക്കും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനിവാര്യമായിട്ടുള്ളതാണ്, ഒരു ഗൈനക്കോളജിൻ്റെ നിർദ്ദേശം അനിവാര്യമാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഹിമാലയ ഗ്യാസെക്സ് എന്ന ഈ ടാബ്ലറ്റിൻ്റെ ദോഷഫലങ്ങൾ, അഥവാ ADR ഇല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നോക്കാം. ഈ മെഡിസിൻ ഇത്ര നാളായിട്ടും യാതൊരുവിധ സൈഡ് എഫക്ട്സും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കമ്പനിയുടെ അവകാശവാദം. ഒരു പക്ഷേ ഇത് 100% ഹെർബൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഹെർബൽ കണ്ടൻറ്റുള്ള ഒരു മെഡിസിൻ ആയത് കാരണത്താലാവാം ഇതിന് യാതൊരു ദോഷഫലങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്യാത്തത്. കൂടാതെ തന്നെ ഏത് തരത്തിലുള്ള ഡ്രഗ് ഇൻട്രാക്ഷൻ, അതായത് ഈ മെഡിസിൻ നമുക്ക് മറ്റു മരുന്നുകളെ കൂടെ, ഇപ്പോൾ എക്സാമ്പിൾ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റിക്സിനോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മറ്റു മരുന്നുകൾ, ഇപ്പോൾ എക്സാമ്പിൾ ഫീവറിനോ കഫിനോ അല്ലെങ്കിൽ കോൾഡിനോ ഏത് തരത്തിലുള്ള മറ്റു മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ കൂടെ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ഇൻട്രാക്റ്റ് ആവുക, ഐ മീൻ ഏത് തരത്തിലുള്ള മറ്റു പ്രോബ്ലങ്ങളും ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. ഈ കമ്പനി അവകാശപ്പെടുന്നത് ഇത്ര നാളായിട്ടും അങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് യാതൊരുവിധ ദോഷഫലങ്ങൾ ഇല്ലെങ്കിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ മറ്റുവിധ റിയാക്ഷൻസോ എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ സ്പെഷ്യൽ വാണിംഗ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക വാണിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമ്പനി അവരുടെ ലീഫ്ലെറ്റിൽ എടുത്തു പറയുന്നുണ്ട് യാതൊരുവിധ സ്പെഷ്യൽ വാണിംഗും എവിടെയും ഇല്ല, ഏത് സമയത്തും ആർക്കും എപ്പോഴും കഴിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. എങ്കിൽ പോലും മുമ്പ് പറഞ്ഞതുപോലെ പ്രഗ്നൻസി ടൈമിലും ലാക്ടേഷൻ്റെ സമയത്തും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നിർബന്ധമായിരിക്കുന്ന നല്ലൊരു കാര്യമായിരിക്കും. ഇനി മെഡിസിൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സ്ഥലം എവിടെയെന്ന് നോക്കാം. സാധാരണ ഈ മെഡിസിൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് 30 ഡിഗ്രിക്ക് താഴെയുള്ള സെൽഷ്യസിൽ താഴെയുള്ള സ്ഥലത്താണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. കൂടാതെ തന്നെ കൂളായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരിക്കലും കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കാനും ശ്രമിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം, ഈ മെഡിസിൻ എവിടെയെല്ലാമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ഈ മെഡിസിൻ എല്ലാവിധ ഫാർമസികളിലും അവൈലബിൾ ആണ്, ഇന്ത്യയിലും അവൈലബിൾ ആണ്, അബ്രോഡിലും അവൈലബിൾ ആണ്. കൂടാതെ തന്നെ എല്ലാവിധ ഓൺലൈൻ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആമസോൺ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഹിമാലയയുടെ വെബ്സൈറ്റിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന റേറ്റ് 120 രൂപയുടെ മുകളിൽ വരുന്നുണ്ട്. 60 ടാബ്ലറ്റിൻ്റെ റേറ്റ്. UAE-ലാണെങ്കിൽ ഏകദേശം 20 ദിർഹത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്